മലയാള സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയിൽ നിന്ന് സംവിധായകൻ ആഷിഖ് അബു രാജിവച്ചതിൽ സംഘടനയുടെ വിശദീകരണം. 8 വർഷത്തെ വാർഷിക വരസംഖ്യ അടയ്ക്കാതിരുന്നതിനാൽ ആഷിഖിന് നേരത്തെ തന്നെ അംഗത്വം നഷ്ടമായിരുന്നുവെന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ വ്യക്തമാക്കി. കുടിശ്ശികയായിരുന്ന 5000 രൂപ ഈ മാസം 12-നാണ് അടച്ചത്. അംഗത്വം പുതുക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്യാനിരിക്കെ രാജിവാർത്ത പ്രചരിപ്പിച്ചത് വിചിത്രമാണെന്നും ഫെഫ്ക ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അടച്ച തുക മടക്കിക്കൊടുക്കുമെന്നും അംഗത്വം പുതുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതായും ഫെഫ്ക പറഞ്ഞു. നിർമ്മാതാവിൽ നിന്ന് കിട്ടാനുള്ള പ്രതിഫല തുക വാങ്ങിക്കൊടുത്തതിന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായിരുന്ന സിബി മലയിൽ കമ്മീഷൻ ചോദിച്ചെന്ന ആഷിഖിന്റെ ആരോപണവും ഫെഫ്ക തള്ളി. വ്യാജ ആരോപണങ്ങളാണ് സംവിധായകൻ നടത്തുന്നതെന്നും ഇത് കെട്ടിച്ചമച്ച് ആരോപണത്തെ തെളിവ് നിരത്തി സംഘടന അന്ന് നിർവീര്യമാക്കിയതാണെന്നും ഫെഫ്ക വ്യക്തമാക്കി. പ്രസിഡന്റ് രഞ്ജി പണിക്കർ, ജനറൽ സെക്രട്ടറി GS വിജയൻ എന്നിവരുടെ പേരിലാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. നേതൃത്വത്തെ രൂക്ഷഭാഷയിൽ വിമർശിച്ചാണ് ആഷിഖ് അബു രാജി പ്രഖ്യാപിച്ചത്. കാപട്യം നിറഞ്ഞവരാണ് ഫെഫ്കയുടെ നേതൃത്വത്തിലുള്ളതെന്ന് ആരോപിച്ചാണ് ആഷിഖ് അബു രാജിവെച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ ശക്തമായ വിമർശനവുമായി ആഷിഖ് അബു രംഗത്ത് വന്നിരുന്നു. ഉണ്ണികൃഷ്ണന്റെ നിശബ്ദത സംഘടനയുടെ നിശബ്ദതയായി കാണരുത്. ഫെഫ്കയുടെ മൗനം ചർച്ച ചെയ്യപ്പെട്ടുവെന്നും ആഷിഖ് അബു ആരോപിച്ചിരുന്നു. വേട്ടക്കാരുടെ കൂടെയാണ് ഈ സംഘങ്ങൾ എന്ന് തെളിയിക്കുന്നുവെന്നും ആഷിഖ് അബു കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം നിലപാടിന്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യം പുലർത്തുന്ന നേതൃത്വത്തോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും ഫെഫ്ക പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നുവെന്ന് ആഷിഖ് അബു വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഫെഫ്ക നേതൃത്വത്തിനെതിരെ ഗുരുതര പരാതി ഉന്നയിച്ചാണ് ആഷിഖ് അബുവിന്റെ പടിയിറക്കം. തന്റെ പ്രതിഫലത്തിൽ നിന്ന് നേതൃത്വം കമ്മീഷൻ ആവശ്യപ്പെട്ടുവെന്ന് ആഷിഖ് അബു ആരോപിച്ചു. 20% കമ്മീഷനു വേണ്ടി സിബി മലയിലും വാശി പിടിച്ചു. താനും സിബി മലയിലും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. നിർബന്ധപൂർവ്വം വാങ്ങിയ തുക ഒടുവിൽ തിരികെ തന്നുവെന്നും ആഷിഖ് അബു വ്യക്തമാക്കുകയും ചെയ്തു. സംഘടനയുടെ മൗനം ചർച്ചയായതോടെയാണ് ഇപ്പോൾ വിശദീകരണക്കുറിപ്പ് പുറത്തുവിട്ടിട്ടുള്ളത്. സുരക്ഷിതമായിടത്ത് നിന്നുകൊണ്ട് ഗൗരവമായ വിഷയങ്ങളെപ്പറ്റി ഒന്നും പറയാതെ മനഃപൂർവ്വം ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ഈ വിശദീകരണം. നയരൂപീകരണവും അടിസ്ഥാന സൗകര്യവുമാണ് പ്രധാന പ്രശ്നമെന്ന് വരുത്തി തീർക്കാനുള്ള വ്യാജ പ്രതീതി സൃഷ്ടിക്കാനാണ് ഫെഫ്കയുടെ നേതൃത്വത്തിലുള്ളവർ സ്വീകരിച്ചിരിക്കുന്നത്. 2017 കേട്ടുകേൾവിയില്ലാത്ത തരത്തിലൊരു അക്രമ സംഭവം മലയാള സിനിമാ മേഖലയിൽ സംഭവിച്ചു. തൊഴിലാളി സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ ബി ഉണ്ണികൃഷ്ണൻ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ മുന്നിലുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും പരസ്യ പ്രതികരണത്തിനെത്തുകയും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഇദ്ദേഹം ഈ വിഷയത്തിൽ നിശബ്ദനാണ്. ഈ രൂപത്തിലുള്ള അരാഷ്ട്രീയ നിലപാടുകൾ എടുക്കുകയും പ്രബല ശക്തികൾക്കൊപ്പം നിലകൊള്ളുകയും ചെയ്തിട്ടുള്ള ഉണ്ണികൃഷ്ണന്റെ നിശബ്ദത 21 സംഘടനകളുള്ള വലിയൊരു സമൂഹത്തെ ഉൾക്കൊള്ളുന്ന ഫെഫ്കയുടെ നിശബ്ദതയായി കാണരുത്. വിനയൻ ഉന്നയിച്ചിരിക്കുന്നത് തികച്ചും ന്യായമായ കാര്യമാണ്. പല സംഘടനകളും പിഴ അടച്ചതാണ്. 2002 മുതൽ ഞാൻ സിനിമാ ജീവിതം തുടങ്ങിയതാണ്. ഈ പറയുന്ന കാര്യത്തിനൊക്കെ സാക്ഷിയുമാണ്. എന്തുകൊണ്ടാണ് മാക്ട പിളർന്നതെന്നും അത് എന്തിനാണ് പിളർത്തിയതെന്നും അറിയാം, ആഷിഖ് അബു ആരോപിച്ചു. 2009 ഒക്ടോബറിൽ ഇത് രൂപീകരിക്കുന്ന സമയം മുതൽ ഞാൻ സംഘടനയിൽ അംഗമാണ്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ സംവിധായകരുടെ യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2-3 എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 2012 ഒരു സിനിമയുടെ നിർമ്മാതാവിൽ നിന്ന് ലഭിക്കേണ്ട പണം സംബന്ധിച്ച എന്റെ പരാതിയിൽ യൂണിയൻ ഇടപെട്ടത് തികച്ചും അന്യായമായാണ്. അതേ നിർമ്മാതാവിന്റെ മറ്റൊരു ചിത്രം നിർമ്മാണത്തിൽ ഇരിക്കെയാണ് ഞാനും ഇതേ പരാതിയുള്ള തിരക്കഥാകൃത്തുക്കളും പരാതി സംഘടനയിൽ ഉന്നയിച്ചത്. എന്നാൽ നിർമ്മാണത്തിലിരിക്കുന്ന ഇതേ നിർമ്മാതാവിന്റെ സിനിമയുടെ റിലീസ് സമയത്തും തുകയ്ക്ക് വേണ്ടി എന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടായില്ല. ഏറെ വൈകി അവകാശപ്പെട്ട തുകയുടെ പകുതി മാത്രമാണ് ലഭിച്ചതെന്നും ആഷിഖ് അബു പറഞ്ഞു.